ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നൊരു ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. സോ നമ്മൾ കഴിക്കുന്ന ഡിഷസ് പരിചയപ്പെടുത്തി തരാം. സംഭവങ്ങളൊക്കെ കിടലനായിരിക്കും. സോ കീപ്പ് വരുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഫുഡ് കോർട്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. ഏത് കടയിൽ നിന്ന് മേടിക്കും എന്നുള്ളത് പോലും ഡൗട്ട്ഫുള്ളാണ്. സോ കാണിച്ചുതരാം മേടിക്കും. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് ക്രിസ്പി ഫ്രൈഡ് ക്യാരറ്റ് കേക്കും ഓയിസ്റ്റർ ഓംലെറ്റാണ് ഓർഡർ കൊടുത്ത സാധനം കിട്ടിയിട്ട് വേണ്ടി ഒരു ബസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കടയിൽ നമ്മൾ സീ ഫുഡ് ഫ്രൈഡ് റൈസ് മേടിക്കുകയാണ് ഗൈസ്. എല്ലാം പലർക്കും കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പെപ്പർ ലഞ്ച് എക്സ്പ്രസ്സിലാണ്. സോ ഇവിടെ നമുക്ക് ബേസിൽ കാണുന്ന ചീസി റൈസ് ചിക്കൻ സ്റ്റീക്കാണ് മേടിക്കുന്നത്. സോ അജാക്സ് മേടിച്ച സാധനം എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഇതാണ് ഇത് നമുക്ക് ബീഫ് ചിക്കൻ ഒക്കെ കൂടിയായിട്ടുള്ളൊരു റൈസാണ്. പിന്നെ ഇത് മമ്മിയുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതാണ് നമ്മൾ പെപ്പർ ലഞ്ചിൽ പറഞ്ഞ സാധനം, കറി വിത്ത് ചിക്കൻ സ്റ്റീക്ക് സെറ്റ്. അപ്പുറത്തായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ളത് 2 സംഭവങ്ങളെ കുറിച്ചാണ്. ഒരെണ്ണം ക്രിസ്പി ക്യാരറ്റ് കേക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് അല്ല ആക്ച്വലി അവർ യൂസ് ചെയ്യുന്നത് റാഡിഷാണ്. റാഡിഷ് ചോപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇവരൊരു മുട്ടയൊക്കെ ഒഴിച്ചിട്ടാണ് ക്യാരറ്റ് കേക്ക് സംഭവം ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പെപ്പർ ലഞ്ചിൽ നിന്ന് മേടിച്ച ആ ഒരു കറി ചിക്കൻ സ്റ്റേക്ക് റൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടോടെയുള്ളൊരു പാത്രത്തിലാണ് വരുന്നത്. സോ ഈ ഒരു പാത്രത്തിൽ ഫുൾ ടൈം ഇങ്ങനെ ചൂട് നിൽക്കുന്ന രീതിയിൽ അവർ കുറച്ച് കുക്ക് ചെയ്തിട്ട് ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് തരുമ്പോൾ ആ ഒരു പാത്രത്തിൽ കിടന്നാണ് കുക്കാവുന്നത്. സോ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്യാം. കാരണം ആ പാത്രം നല്ല ചൂടായിരിക്കും, പൊള്ളിന് ചൂടായിരിക്കും. തൊട്ടതിനും സീനാണ്. കാരണം ആ പാത്രത്തിന് കാസ്റ്റ് പാത്രമാണ്. അതിൻ്റെ അടിയിലായിട്ട് ഇവർ വുഡൻ ഇതിലായിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ അതിൽ നമുക്ക് ചൂടിനനുസരിച്ച് നമുക്ക് മറിച്ചിടുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു കിടലൻ സെറ്റപ്പാണ്. നല്ല ചൂടോടെ തന്നെ നമുക്ക് ഫുൾ ടൈം കഴിച്ച് തീരുന്നൊരു നല്ല ചൂടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കിടലൻ സംഭവമാണ്. സോ ഇത് രണ്ടിനെ കുറിച്ചാണ് സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഓയിസ്റ്റർ ഓംലെറ്റ് ഫ്രൈഡ് സീ ഫുഡ് ഫ്രൈഡ് റൈസും പിന്നെ അജക്സ് മേടിച്ച റൈസിൽ നമുക്ക് ബീഫ് ചിക്കൻ പോർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രത്യേകതരം കറി ഒഴിച്ചിട്ടുള്ളൊരു ചൈനീസ് ഡിഷായിരുന്നു. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫുഡ് വ്ളോഗ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും വ്ളോഗുകൾ വരുന്നതായിരിക്കും. സോ കീപ് വെയിറ്റിംഗ് ഫോർ എക്സ്പ്ലോറിങ് ന്യൂ ഡിഷസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.